പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ മക്കളെ എല്ലാവർക്കും RTH മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 4 മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ഗുണന സമവാക്യങ്ങളുടെ 4ാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് പേജ് നമ്പർ 77, പേജ് നമ്പർ 80 പേജുകളിലെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്ററിന്റെ ഇനിയുള്ള പാർട്ടിലേക്ക് പോകുമ്പോൾ മക്കളെ നമുക്കൊരു ഇക്വേഷൻ, പുതിയൊരു ഐഡന്റിറ്റി പഠിച്ചേ കൂടൂ. അതെങ്ങനെയാണ്? എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി. ഇതിന്റെ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഒക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് നോക്കി നോക്കട്ടോ. എക്സ് ഇൻറ്റു യു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട റിസൾട്ട് എക്സ് യു ആണ്. എക്സ് ഇൻറ്റു മൈനസ് വി ചെയ്താൽ കിട്ടേണ്ട റിസൾട്ട് എക്സ് ഇൻറ്റു വി ആണെങ്കിൽ എക്സ് വി ആണ്. അതിലൊരാൾ മൈനസ് ആയതുകൊണ്ട് റിസൾട്ട് മൈനസ് എക്സ് വി എന്നായിരിക്കും ഉണ്ടാവുക, മൈനസ് എക്സ് വി എന്നായിരിക്കും ഉണ്ടാവുക. അടുത്തത് വൈ ഇൻറ്റു യു ആയിരുന്നെങ്കിൽ വൈ യു ആയനെ. ഇത് മൈനസ് വൈ ഇൻറ്റു യു ആയതുകൊണ്ട് മൈനസ് വൈ യു എന്നുള്ള റിസൾട്ടാണ്. ലാസ്റ്റ് മൈനസ് വി ഇൻറ്റു മൈനസ് വൈ ഇൻറ്റു മൈനസ് വി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുന്നു, അതുകൊണ്ട് അവിടെ പ്ലസ് വൈ വി എന്നാണ് വരിക. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പേജ് നമ്പർ 77-ലെ 77-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് നോക്കിക്കേ, 38 ഇൻറ്റു 49 ആണ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. നോക്കിയ മക്കളെ, അതിൽ ആ 38-നെ ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്, 40 മൈനസ് 2 എന്ന് എഴുതുന്നുണ്ട്. അടുത്ത കാണുന്ന 49-ന് പകരം ഞാൻ അയാളെ മാറ്റിയിട്ട് 50 മൈനസ് 1 എന്നും എഴുതുന്നുണ്ട്. അപ്പോൾ 38 മാറി 40 മൈനസ് 2ആയി, നമ്മുടെ 49 മാറുന്നു, 50 മൈനസ് 1 ആവുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എടാ, ഈ കാണുന്നതിൽ 40 ഇൻറ്റു 50 ആണ് നമുക്ക് ആദ്യം ചെയ്യാനുണ്ടാവുക. 40 ഇൻറ്റു 50 ചെയ്യുന്നു. നോക്കിയേ, 40 ഇൻറ്റു 50 ചെയ്യുന്നു. പ്ലസ് അടുത്ത ആൾ എഴുതാനുള്ളത് 40 ഇൻറ്റു മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. 40 ഇൻറ്റു മൈനസ് 1 ആണ് ചെയ്യാനുണ്ടാവുക. അടുത്തത് പ്ലസ് കൊടുക്കുന്നു. ഇനി മൈനസ് 2 ഇൻറ്റു 50 ആണ് അടുത്തത് ചെയ്യാനുള്ളത്. മൈനസ് 2 ഇൻറ്റു 50 പ്ലസ് അടുത്ത ആളെ നോക്കാം, മൈനസ് 2 ഇൻറ്റു മൈനസ് 1. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആളുകളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാടാ ഈ 40 ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 2000 ആണ്, 2000 ആണ്. പ്ലസ് 40 ഇൻറ്റു മൈനസ് 1 ചെയ്താൽ കിട്ടുന്ന ഉത്തരം മൈനസ് 40 എന്നാണ് കേട്ടോ. പ്ലസ് അടുത്ത ആൾ നോക്കിയേ, മൈനസ് 2 ഇൻറ്റു 50 ചെയ്താൽ കിട്ടുന്ന ആൻസർ മൈനസ് 100 എന്ന് പറയുന്നതാണ്. പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പ്ലസ് 2 എന്ന് പറയുന്നതാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. എടാ, ഞാൻ അടുത്ത് എഴുതുന്നത് ശ്രദ്ധിക്കണേ മക്കൾ. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളാണ്. 2000-നെ അതുപോലെ തന്നെ താഴത്തേക്ക് എഴുതി. പ്ലസും മൈനസും ഒരുമിച്ച് അപ്പിയർ ചെയ്യുന്നുണ്ട്. അവിടെ കംപ്ലീറ്റ് പ്രാധാന്യം എന്ന് പറയുന്നത് മൈനസിനാണ്. ഞാൻ ആ പ്ലസിനെ മറക്കുന്നു. അപ്പം മൈനസ് 40 എന്ന് എഴുതി. അതുപോലെ തന്നെ പ്ലസും മൈനസും ഒരുമിച്ച് കാണുന്നു. പ്ലസ് വേണ്ട, മൈനസിനെ മാത്രം ഞാൻ എടുക്കുന്നു. പിന്നെയുള്ള ആൾ 100 ആണ്. 2 പ്ലസ് ആണ്, ഒരു പ്ലസ് ചേർത്ത് 2 എന്ന് എഴുതുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് 2000-ൽ നിന്ന് 40 കുറയ്ക്കണം അല്ലേ. നോക്കിയേ, 2000-ൽ നിന്ന് 40 കുറയ്ക്കണം, എന്നിട്ട് 100 കുറയ്ക്കണം. കിട്ടുന്ന ആൻസറിനോട് 2 എന്ത് ചെയ്യണം, എനിക്ക് ആഡ് ചെയ്യണം. 2000-ൽ നിന്ന് 40-യും 100 ഒക്കെ മൈനസ് ചെയ്താൽ എനിക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 1860 എന്ന് പറയുന്നതാണ്. ആര് ചെയ്താൽ മാത്രം കിട്ടുന്ന ഉത്തരം? ഈ സെറ്റ് മാത്രം ചെയ്താൽ കിട്ടേണ്ട ഉത്തരം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണടാ, ലാസ്റ്റ് ഒരു 2 ആഡ് ചെയ്യാനോടെയുണ്ട്. ആ 2 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 1862 എന്ന് പറയുന്നതായിരിക്കും അവിടെ റിസൾട്ടായിട്ട് വരുന്നുണ്ടാവുക. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 47 ഇൻറ്റു 99, 47 ഇൻറ്റു 99 ഇതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ആ 47-നെ നമുക്കൊരു മാറ്റം വരുത്താം. ആ 47-നെ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഞാൻ മാറ്റിയിട്ട് 50 മൈനസ് 3 എന്ന് എഴുതുന്നുണ്ട്. 47-നെ മാറ്റിയിട്ട് 50 മൈനസ് 3. 99 എഴുതാനാവട്ടെ 100 മൈനസ് 1 എന്നും എഴുതുന്നുണ്ട്. ഓക്കെ, സെയിം പ്രൊസീജിയറാണ്. 50 ഇൻറ്റു 100, 50 ഇൻറ്റു 100 ആദ്യം എഴുതി. പ്ലസ് അടുത്ത ആൾ എഴുതാനുള്ളത് 50 ഇൻറ്റു മൈനസ് 1, 50 ഇൻറ്റു മൈനസ് 1 എഴുതി. പ്ലസ് കൊടുത്തു. അടുത്ത 3-യുമായിട്ടാണ്. 3 അല്ല, മൈനസ് 3 ആണ്. മൈനസ് 3 ഇൻറ്റു 100 എഴുതി. ഓക്കെ, പ്ലസ് പിന്നെ അവിടെ എഴുതാനുള്ളത് മൈനസ് 3 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു മൈനസ് 1. ഓക്കെ, ഇത്രയും ആൾക്കാർ എഴുതി. ഇനി നമുക്ക് ഓരോ ബ്രാക്കറ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പോരാം. ഓക്കെ, ഇവിടെ 50 ഇൻറ്റു 100 ആണ് ആദ്യത്തെ ആൾ. അപ്പോൾ അയാൾ 5000 ആണ്, പ്ലസ് 5000 ആണ്. ഇനി 50 ഇൻറ്റു മൈനസ് 1 ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവിടെ മൈനസ് 50 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് മൈനസ് 3 ഇൻറ്റു 100 ആണ് അടുത്ത ആൾ. അവിടെ എനിക്ക് എഴുതാനുണ്ടാവും മൈനസ് 300 എന്ന് പറയുന്ന ആളാണ്. ലാസ്റ്റ് മൈനസ് 3 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ അവിടെ എഴുതാനുണ്ടാവുക പ്ലസ് 3 എന്നായിരിക്കും നമുക്ക് എന്ത് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒന്ന് മാറ്റി എഴുതാം. എടാ, ഇവിടെ പ്ലസ് മൈനസ് ഉള്ളതുകൊണ്ട് ഇയാളിനി വേണ്ട, ഈ കാണുന്ന ആളിനി വേണ്ട. 2 പ്ലസ് ഉണ്ട്, ഒരാൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 5000 ഉണ്ട്, മൈനസ് 50 മൈനസ് 300 പ്ലസ് 3 എന്നാണ് അവിടെ ചെയ്യാനുണ്ടാവുക. അപ്പോൾ 5000-ൽ നിന്ന് 50 കുറയ്ക്കണം, 300 കുറയ്ക്കണം.
അങ്ങനെ 5000 നിന്ന് 50ഉം 350ഉം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടേണ്ടത് 4650 എന്ന് പറയുന്ന റിസൾട്ടാണ്. കഴിഞ്ഞിട്ടില്ലടാ, അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു +3 ആഡ് ചെയ്യാനും കൂടി ഉണ്ട്. അങ്ങനെ 4653 വിൽ ബി ദ ഫൈനൽ റിസൾട്ട്. 4653 അവസാനം നമുക്ക് ആരായിട്ട് ലഭിക്കുക, ഉത്തരമായിട്ട് ലഭിക്കുക. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോടാ. 29 × 46 29 × 46. ഈ 29 നമുക്ക് ആദ്യം മാറ്റി എഴുതാം. 29 നമ്മൾ എങ്ങനെയായിരിക്കും മാറ്റി എഴുതുന്നുണ്ടാവുക, 30 - 1 എന്നായിരിക്കും മാറ്റി എഴുതുന്നുണ്ടാവുക. ഇൻറ്റു 46 നമ്മൾ മാറ്റി എഴുതുന്നുണ്ടാവുക 50 - 4 എന്നുമാണ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഓരോ ആളുകളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. 30 × 50 അടുത്ത ആദ്യത്തെ ആൾ കേട്ടോ, 30 × 50 പ്ലസ് അടുത്ത ആൾ കിട്ടാൻ വേണ്ടിയിട്ട് 30 × -4 അടുത്ത ആൾ കേട്ടോ, പ്ലസ് ഇനി അടുത്ത ബ്രാക്കറ്റ് ആരാ, -1 × 50 -1 × 50. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരേണ്ട ആൾ -1 × -4 എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഓരോ ആളുകളായിട്ട് ചെയ്യാം. ഈ 30 × 50 ചെയ്താൽ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 1500 ആണ്, 1500 ആണ് നമുക്കറിയാം. പ്ലസ് അടുത്ത് നോക്കിയടാ, ഈ 30 × -4 ചെയ്താൽ 30 × 4 ആണെങ്കിൽ 120 ആണ്, 30 × -4 ആയതുകൊണ്ട് -120 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. പ്ലസ് അടുത്ത ആൾ നോക്കിയ മക്കളെ, -1 × 50 -50 കിട്ടേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, പിന്നെ പ്ലസ് നോക്കിയാൽ -1 × -4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് +4 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനിയിപ്പോൾ ആരൊക്കെ നമുക്ക് അവിടെ വേണ്ടാത്തത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നോക്കടാ, പ്ലസും മൈനസും കാണുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ആരെ വേണ്ടാന്ന് വയ്ക്കുന്നു, ഈ കാണുന്ന പ്ലസ് വേണ്ടാന്ന് വയ്ക്കുന്നു, ഈ കാണുന്ന പ്ലസ് വേണ്ട, രണ്ടാൾ കൂടി ചേർത്തിട്ട് ഒറ്റ പ്ലസ് ഈ ഭാഗത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക, 1500 - 120 - 50 +4 എന്നായിരിക്കും എഴുതുന്നുണ്ടാവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 1500 നിന്ന് 120 അത് കഴിഞ്ഞ് 50 മൈനസ് ചെയ്യണം. 1500 നിന്ന് 170 മൈനസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ അങ്ങനെയും വിചാരിക്കാം കേട്ടോ. 1500 നിന്ന് 170 170 മൈനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കിട്ടേണ്ടത് 1330 എന്ന് പറഞ്ഞ ആൻസറാണ്. അതിൻ്റെ കൂടെ ഈ ലാസ്റ്റ് കാണുന്ന 4 കൂടി ചേർക്കണം, 1334 1334 ആണ് അവസാനം നമുക്ക് റിസൾട്ടായിട്ട് ലഭിക്കേണ്ടാവുക. ഓക്കെ, ആ സെറ്റിലെ അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. 9 1/2 × 19 1/2. 9.5 ഗുണിക്കണം 19.5. അപ്പോൾ ഈ 9.5 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 9 1/2 എന്ന് പറയുന്ന ആൾ നമുക്കറിയാം 10ൽ നിന്ന് അര കുറവുള്ള ആളാണ്. അപ്പോൾ ഞാൻ അയാൾ എഴുതുന്ന മക്കളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കേ. ഞാൻ അയാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, 10 - 1/2. 10ൽ നിന്ന് അര കുറവുള്ള ആൾ, 10ൽ നിന്ന് അര കുറവുള്ള ആൾ ഇൻറ്റു 19. അപ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കും എഴുതുന്നുണ്ടാവുക, 20ൽ നിന്ന് അര കുറവുള്ള ആൾ 20 - 1/2 അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഇസ് ഈക്വൽ, നമുക്ക് നേരത്തെ സെയിം മെത്തേഡ്, ഒരു മാറ്റമില്ല, ഒരേ പാറ്റേണിൽ എഴുതുക എന്നുള്ളതിനെയാണ്. 10 × 20 ആദ്യത്തെ ബ്രാക്കറ്റ്, 10 × 20 10 × 20 പ്ലസ് അടുത്തത് 10 × -1/2 10 × -1/2 അടുത്ത ആൾ കേട്ടോ. പ്ലസ് അടുത്ത ഇനി ആരെയാണ് എഴുതാനുള്ളത്, -1/2 -1/2 × 20 ആണ് അടുത്തത് എഴുതാനുള്ളത്. പ്ലസ് അടുത്ത ഒരാളെയും കൂടി എഴുതാനുണ്ട്, -1/2 -1/2 × -1/2. ഇത്രയും സാധനം കഴിഞ്ഞു. ഇനി മുതൽ ഓരോ ആളുകളായിട്ട് വർക്ക് ചെയ്ത് പോരാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മക്കളെ 10 × 20ൻ്റെ ആൻസർ നമുക്കറിയാം എന്താണെടാ, 200 ആണ്, 200 ആണ് കിട്ടുക. ഞാൻ പ്ലസ് കൊടുത്തു. 10 × 1 ചെയ്താൽ 10 ആണ് കിട്ടേണ്ടത് മക്കളെ. അപ്പോൾ 10 × -1 ചെയ്താൽ കിട്ടേണ്ട ആളെന്ന് പറയുന്നത് -10/2 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്ലസ് അടുത്ത ആൾ അതേപോലെ -1 × 20 ചെയ്താൽ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് -20 ആണ്, ഡിവൈഡഡ് ബൈ 2 താഴത്തുണ്ട്. പ്ലസ് -1 × -1 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 1 ആണ് അല്ലേ. 2 × 2 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 4 ആണ്. അപ്പോൾ അവിടെ എഴുതാനുണ്ടാവുക 1/4 എന്ന് പറയുന്ന ആളെയാണ് എഴുതാനുണ്ടാവുക. നമ്മൾ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഓരോ ആളുകളായിട്ട് വീണ്ടും നോക്കാം. എടാ, ആ 200 അതുപോലെ തന്നെ താഴത്തേക്ക് എഴുതേണ്ട, അയാൾക്ക് മാറ്റമൊന്നുമില്ല. പ്ലസ് മക്കളെ ഈ -10/2 പോട്ടെ, 10/2ൻ്റെ ഉത്തരം മക്കൾക്ക് 5 എന്നറിയാലോ. അപ്പോൾ -10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആളെന്ന് പറയുന്നത് -5 ആയിരിക്കും. പ്ലസ് അടുത്ത ആൾ സെയിം അതുപോലെ തന്നെ 20/2 10 ആണെന്നറിയാം. അപ്പോൾ -20/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ഇടാ, -10 ആയിരിക്കും. പ്ലസ് 1/4. ഓക്കെ, സെറ്റ്. നമുക്ക് നേരത്തെ പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മളെ പ്ലസും മൈനസും നോക്കിയിട്ട് എഴുതാം. ഞാൻ 200 പ്ലസ് -5 ആണ്, പ്ലസ് വേണ്ടാന്ന് വെക്കുന്നു, -5 എഴുതുന്നു. പ്ലസ് -10 ആണ്, പ്ലസ് വേണ്ടാന്ന് വെക്കുന്നു, 10 എഴുതുന്നു. ലാസ്റ്റ് ഒരു പ്ലസ് 1/4 ആണ് അയാൾ എഴുതുന്നുണ്ട്. അപ്പോൾ 200ൽ നിന്ന് 5 കുറയ്ക്കണം, അപ്പോൾ 195 കിട്ടും. അവിടുന്ന് 10 കുറയ്ക്കണം, അപ്പോൾ 185 കിട്ടും. അപ്പോൾ ലാസ്റ്റ് 185ൻ്റെ കൂടെ 1/4 കൂട്ടണം അല്ലേ. അപ്പോൾ 185 1/4 185 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, ആൻസറായിട്ട് കിട്ടുക.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ 80 ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, പേജ് നമ്പർ 80 ക്വസ്റ്റ്യനുകളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നോക്കിയോ, അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഇസ് 40 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഇസ് 70 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെൻറ്റിമീറ്റർ ഷോർട്ടർ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്ററും പരപ്പളവ് 70 ചതുരശ്ര സെൻറ്റിമീറ്ററുമാണ്. നീളവും വീതിയും ഇതിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കുറവായ ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, നമുക്ക് ചോദ്യത്തിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ ഒരു റെക്ടാംഗിളിനെ കുറിച്ച് കുറിച്ച് ഒരു ചതുരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അയാളിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്ക് മക്കളെ, ഇതാണ് ആ ചതുരം എന്ന് വിചാരിച്ചോളൂ. ഈ ചതുരത്തിനൊരു നീളവും വീതിയും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഒരളവിനെ എക്സ് എന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ അളവ് എക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആളും എക്സ് ആയിരിക്കും. കാരണം എതിർവശങ്ങൾ തുല്യമാണെന്ന് അറിയാം. പക്ഷേ പൊതുവെ നമ്മൾ ഈ കാണുന്ന എക്സിനുമായി ബന്ധപ്പെടുത്തി ഇയാൾ എഴുതാൻ ഭാഗത്തിൽ കണക്ഷൻ ഒന്നും തന്നിട്ടില്ല. കാരണം നീളത്തേക്കാൾ കൂടുതലാണോ കുറവാണോ ഒന്നും നമുക്ക് അറിഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് x+1 അല്ലെങ്കിൽ x+2 x+3 x-1 അങ്ങനെ ഒന്നും നമുക്ക് എഴുതാൻ സാധ്യമല്ല. കാരണം അയാളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാറ്റയും അവിടെ തന്നിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചോടാ, അയാൾക്ക് y എന്നുള്ളൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് മക്കൾ നോക്കിയിടാം, പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്, ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളെ വെച്ചിട്ടൊന്ന് ബിൽഡ് ചെയ്യാം. മക്കളൊന്ന് ശ്രദ്ധിച്ച് കാണണേ. എടാ, ഈ കാണുന്ന സ്ഥലത്ത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ചുറ്റളവ് സമം 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ ശരിക്കും മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് 2 ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ് ഞാൻ. ഈ 2 ഗ്രൂപ്പ് എന്നുള്ളത് ഉദ്ദേശിച്ചത് നോക്കിയടാ, ഈ കാണുന്ന ഒരു ടീമുണ്ട്, ഈ കാണുന്ന ഒരു ടീമുണ്ട്. ഈ 2 ടീമും കൂടി കൂട്ടുമ്പോഴാണ് 40 എന്ന് പറയുന്ന ഉത്തരം കിട്ടിയെന്ന് അറിയാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയോളൂ മക്കളെ. ഈ കാണുന്നതിൽ ഫസ്റ്റ് ബാച്ച്, ഈ കാണുന്ന ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന ബാച്ചും ഉണ്ട്. ഇയാൾ കൂട്ടിയാൽ 40ൻ്റെ പകുതിയായിരിക്കണം, ഇയാൾ കൂട്ടിയാൽ 40ൻ്റെ പകുതിയായിരിക്കണം. ഈ 2 20കൾ ചേർന്നതാണ് ഇവർ പറയുന്ന പെരിമീറ്റർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഇക്വേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവുക? എക്സും വൈയും കൂട്ടിയാൽ 20 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഞാൻ എഴുതി നോക്കിയേ, x+y = 20 എന്ന് പറയുന്ന ഒരു ഒന്നാമത്തെ ഇക്വേഷൻ അവിടെ ബിൽഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്താണ് അവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം? ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 70 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നോക്കിയടാ, ഇവിടെ ഇതിൻ്റെ പരപ്പളവ് 70 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളെ എങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക? നോക്കിയേ, ഏരിയ ഇസ് ഈക്വൽ ടു 70 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നു. അപ്പോൾ പരപ്പളവ് സമം 70 ചതുരശ്ര സെൻറ്റിമീറ്റർ. നമ്മളെ സംബന്ധിച്ച് x/y അല്ലെങ്കിൽ xy ആണ് ആര് എന്ന് പറയുന്നത്? 70 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? നോക്കിയാൽ മക്കളെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെൻറ്റിമീറ്റർ ഷോർട്ടർ. 3 സെൻറ്റിമീറ്റർ കുറവായ ചതുരത്തിൻ്റെ പരപ്പളവ്, ഇതിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കുറവായ ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ കാണുന്ന ചതുരത്തെ നമുക്ക് ആദ്യം ഒന്ന് വരച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് പറയാം. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ആ ചതുരം ഉണ്ടാവുക? ഇതാണ് ആ ചതുരം എന്ന് മക്കൾ വിചാരിച്ചോളും. ഓക്കെ, ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഈ കാണുന്ന ആൾ എക്സ് ആണ്, ഈ കാണുന്ന ആൾ എക്സ് ആണ്, ഈ കാണുന്ന ആൾ വൈ ആണ്, ഈ കാണുന്ന ആൾ വൈ ആണ്. എടാ, ഇവിടെ നിന്നൊക്കെ 3 കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എങ്ങനെ മാറും മക്കളെ? x-3 ആയിരിക്കും, ഇയാൾ x-3 ആയിരിക്കും, ഇയാൾ y-3 ആയിരിക്കും, ഇയാൾ ആരായിരിക്കും? y-3 ആയിരിക്കും. ഈ കാണുന്ന ചതുരത്തിൻ്റെ പരപ്പളവാണ്, ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അയാൾ എന്ന് എഴുതി വയ്ക്കാം, ഏരിയ ഓഫ് ന്യൂ റെക്റ്റാങ്കിൾ, പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇവിടുത്തെ 2 വശങ്ങൾ തമ്മിൽ ഗുണിക്കുക വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ 2 സൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആളുകളെ നമ്മൾ എടുക്കേണ്ടത്. ഞാൻ എഴുതുന്നത് നോക്കിയ മക്കൾ, x-3 × y-3, x-3 × y-3. ഓരോ ആളുകളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. x/y ചെയ്താൽ കിട്ടുന്ന ഉത്തരം xy ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് കൊടുക്കുന്നു. x/-3 ചെയ്താൽ കിട്ടേണ്ട ഉത്തരം -3x ആണെന്ന് നമുക്കറിയാം. പ്ലസ് കൊടുത്തു. -3 × y ചെയ്താൽ -3y ആണ് കിട്ടേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്ലസ് കൊടുത്തു. ലാസ്റ്റ് -3 × -3 അവിടെ +9 എന്ന് പറയുന്ന ഉത്തരമാണ് കിട്ടേണ്ടതെന്നും നമുക്ക് ധാരണയുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്ലസിൻ്റെയും മൈനസിൻ്റെയും പ്രസൻസ് നോക്കിയിട്ട് മാറ്റി എഴുതാം. XY എന്ന ആദ്യത്തെ ആൾ എഴുതി. എടാ, പ്ലസും വൈയും കാണുന്നുണ്ട്. ഞാൻ പ്ലസും വൈ എന്ന് പറഞ്ഞു പോയതാ മക്കളെ. പ്ലസും മൈനസും കാണുന്നുണ്ട്. ഞാൻ ആരെ മാത്രം എടുക്കുന്നുടാ? മൈനസിനെ മാത്രം എടുക്കുന്നു. അടുത്ത സ്ഥലത്തും പ്ലസും മൈനസും കാണുന്നുണ്ട്. ഞാൻ മൈനസിനെ മാത്രം എടുക്കുന്നുണ്ട് മക്കളെ. 2 പ്ലസ്സാണ് കാണുന്നത്. നമുക്ക് പകരം എന്ത് മതിയിടാ? ഒറ്റ പ്ലസ് മതി. +9 എന്ന് ഇയാളെ മാറ്റി എഴുതി. ഓക്കെ, ഈ കാണുന്നതിൽ ഈ XY എന്ന് പറയുന്ന ആളെ നമുക്കറിയാം. XY 70 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ 70 എന്ന് എഴുതുന്നുണ്ട്. -3
എക്സ് മൈനസ് 3y പ്ലസ് 9 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് കൂട്ടാൻ പറ്റുന്ന രണ്ടാളുകളുണ്ട്. നോക്കടാ, ഈ 70നെയും പ്ലസ് 9 കൂടി കൂട്ടിയിട്ട് ഞാൻ അയാളെ മാറ്റിയിട്ട് എങ്ങനെ എഴുതുന്നുണ്ടെന്ന് മക്കളൊന്ന് ശ്രദ്ധിച്ചേടാ. ആ രണ്ടാളുകളെയും കൂടെ കൂട്ടിയിട്ട് ഞാൻ 79 എന്ന് മാറ്റുന്നുണ്ട്. 79 മൈനസ് 3x മൈനസ് 3y. പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നത് ഇനി ശ്രമകരമായ കാര്യം, കാരണം നമ്മളതിൽ എക്സും ഇല്ല വൈയും ഇല്ല. അപ്പോൾ ഇവിടെ മക്കൾ ശ്രദ്ധിച്ച് നോക്കണം. എന്താ, ഈ കാണുന്ന ഭാഗം മുതൽ ഈ കാണുന്ന ഭാഗം നന്നായി നോക്കണം. ഈ എക്സിൻ്റെയും വൈൻ്റെയും ഭാഗത്ത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സാധനങ്ങൾ ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്, ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. അപ്പോൾ പൊതുവായിട്ട് നിങ്ങൾ രണ്ട് സ്ഥലത്തും കാണുന്നത് -3 എന്ന് പറയുന്ന ആളെയാണ്. ആ -3നെ ഞാൻ പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ആളെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാം മക്കളെ, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിയ മക്കളെ, അപ്പോൾ ആൻസർ ഉണ്ടാവുക 79 -3നെ ഞാൻ പുറത്തെടുത്തു, ബ്രാക്കറ്റിൽ ഒരു എക്സ് പ്ലസ് വൈ കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ കൊടുത്തു. നോക്കിയടാ, ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ കാണുന്ന 79 എവിടുന്നാണ് വന്നതെന്ന് സംശയമില്ല. ഇത് അയാളാണ് 79. ഈ കാണുന്ന -3യും ഈ കാണുന്ന -3യും കൂടെ കോമൺ ആയതുകൊണ്ട് ഒറ്റ -3 ആക്കി മാറ്റി എഴുതി. അവിടെ ഉണ്ടായിരുന്ന എക്സിനെയും വൈനെയും എക്സ് പ്ലസ് വൈ എന്ന് മാറ്റി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി 79 അങ്ങനെ തന്നെ ഇരിക്കട്ടെ, -3 അങ്ങനെ ഇരിക്കട്ടെ. എടാ, ഇതിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആൾ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 20 ആണ്. അങ്ങനെ ഞാൻ 20 എന്ന് എഴുതുന്നു. ഓക്കെ, 79 മൈനസ് ഈ 3 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. ആൻസർ 19 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അവിടെ ഉത്തരമായിട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ആളാണ്. സിമ്പിൾ സ്റ്റെപ്സിൽ ഒതുക്കാൻ നമുക്ക്. ഓക്കെ, സെറ്റാണല്ലോ. എന്നാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത്യാവശ്യം സബ് ക്വസ്റ്റ്യനുകൾ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. 3 സബ് ക്വസ്റ്റ്യനുകളും ഉണ്ട്. നോക്കി നോക്കാം നമുക്ക്. If the sides of rectangle are decreased by 1 meter, its area would be 741 square meters. If it is increased by 1 meter, it would be 861 square meters. What is the area of rectangle? ഇതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. മലയാളം മീഡിയക്കാരൊന്ന് ശ്രദ്ധിക്കട. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 741 ചതുരശ്ര മീറ്റർ ആകും. 1 മീറ്റർ വീതം കൂട്ടിയാൽ 861 ചതുരശ്ര മീറ്റർ ആകും. ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ യഥാർത്ഥ ഒരു ചതുരത്തിന് വരുത്തിയ 2 മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ലെറ്റ് സൈഡ്സ് ഓഫ് original rectangle is equal to x and y. ഓക്കെ, യഥാർത്ഥ ചതുരത്തിൻ്റെ വശങ്ങൾ സമം എക്സ്, വൈ ആണെങ്കിൽ ആ യഥാർത്ഥ നമ്മുടെ ചതുരം, നമ്മുടെ റെക്റ്റാങ്കിൾ ഒന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കാം. മക്കൾ എങ്ങനെയാണ് കേട്ടോ പറയുന്നത്. എടാ, ഈ കാണുന്നതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് മക്കൾ എന്ത് ചെയ്തോളൂ, ജസ്റ്റ് വിചാരിച്ചോളൂ. ഓക്കെ, ആദ്യത്തെ ഫിഗർ ചെറിയൊരു എഡിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എടാ, ഈ കാണുന്നതിൽ ഇപ്പോൾ ഈ സൈഡിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇയാളും എക്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ കാണുന്ന ആൾ വൈ ആണെങ്കിൽ ഇയാൾ വൈ ആണ് എന്ന് പറയും. ഇത്ര തന്നെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇതിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇയാളുടെ ഏരിയ വേണമെങ്കിൽ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം മക്കളെ. ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ, പരപ്പളവ് സമം എക്സ് വൈ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഇരിക്കട്ടെ, ഈ എക്സ് വൈയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇനി ഇതിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച്, ഇഫ് ദ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾസ് ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, നീളവും വീതിയും 1 മീറ്റർ കുറച്ചാൽ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയി നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതുന്നുണ്ട്. ഞാനൊരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുന്നുണ്ട്. ഇഫ് സൈഡ്സ് ആർ ഡിക്രീസ്ഡ്, ഇഫ് ദ സൈഡ്സ് ആർ ഡിക്രീസ്ഡ് ബൈ 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ചോദ്യത്തിൽ പറയുന്ന അതുപോലെ തന്നെ, സോറി സെൻറ്റിമീറ്റർ അല്ലടാ, മീറ്റർ ആണ് കേട്ടോ. ഇഫ് ദ സൈഡ്സ് ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, നീളവും വീതിയും ഓരോ മീറ്റർ വീതം കുറച്ചാൽ, അപ്പോൾ നമുക്ക് എന്ത് മാറ്റമായിരിക്കും നമ്മൾ ഈ ചിത്രത്തിന് അവിടെ വരിക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന എക്സും വൈയും ഒക്കെ ഓരോന്ന് വീതം കുറയുന്നു എന്ന് പറയുന്ന, അപ്പോൾ ഞാൻ ഈ കാണുന്ന നമ്മളെ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഡയഗ്രാം അതുപോലെ എന്ത് ചെയ്യുന്നുണ്ടടാ, ഇങ്ങോട്ടേക്കൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. മക്കൾ നോക്കൂ കേട്ടോ. ഇതായിരുന്നു നമ്മുടെ യഥാർത്ഥ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഇവർ മാറി. ഇവരെങ്ങനെ മാറിയടാ, ഈ കാണുന്ന ആള് ഓരോന്ന് വീതം കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി ആരേ ഉണ്ടാവുള്ളൂ മക്കളെ, x-1 ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്ന ആൾ x-1 ആയിരിക്കും. ഇവിടെ y-1 ആയിരിക്കും. ഇവിടെ ഉള്ള ആളെന്ന് പറയുന്ന ആൾ y-1 ആയിരിക്കും. ഇവരുടെ ഏരിയ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണടാ, 741 സ്ക്വയർ മീറ്ററാണ്, ചതുരശ്ര മീറ്റർ ആണെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏരിയ അവർക്ക് കിട്ടിയത് എങ്ങനെയായിരിക്കും, ഈ 2 സാധനം ഗുണിച്ചപ്പോഴായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തപ്പോഴായിരിക്കും. അപ്പോൾ ഞാൻ എഴുതുന്ന സ്റ്റെപ്പ് ഒന്ന് മക്കൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്, x-1 ഇൻറ്റു
വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 741. അതെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റിയത്? ഈ കാണുന്ന ആളുടെ ഏരിയ 741 ആണെന്ന ചോദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു വീതി അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ഇയാൾ നമുക്കൊരു ഇക്വേഷനിലേക്ക് മാറ്റാൻ വേണ്ടി എന്തൊക്കെ പണി ചെയ്യണം നോക്കി നോക്കാം. ശരി, എക്സ് ഇൻറ്റു വൈ, ഞാൻ അയാളെ എക്സ് വൈ എഴുതുന്നുണ്ട് മക്കളെ. എക്സ് ഇൻറ്റു -1, അയാളെ ഞാൻ -1 എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. ഓർ ലിറ്ററലി എക്സ് എന്ന് എഴുതിയാലും മതി, -x എന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. ശരി, അടുത്ത ആൾ നോക്കിയടാ, -1 ഇൻറ്റു വൈ, അയാളെ ഞാൻ എന്ത് എഴുതുന്നുണ്ടടാ, -1y എന്ന് എഴുതുന്നുണ്ട്. -1 ഇൻറ്റു 1, അയാളെ ഞാൻ +1 എന്ന് എഴുതുന്നുണ്ട്. 741 എന്ന് എഴുതി. നമുക്ക് വേണ്ട രീതിയിലേക്ക് ഞാൻ ഇയാളൊന്ന് മാറ്റി എഴുതാമെന്ന് വിചാരിക്കുന്നു. എടാ, എക്സ് വൈനെ അങ്ങനെ തന്നെ വെക്കുന്നു. നമ്മുടെ -1x എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്നേ വിളിക്കുന്നുള്ളൂ. ഓക്കെ, -1y പകരം ഞാൻ അതേപോലെ -y എന്നേ വിളിക്കുന്നുള്ളൂ. അവിടെ ഒരു +1 ഉണ്ടായിരുന്നല്ലോ, അയാളെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ഓൾറെഡി ഒരു 741 ഉണ്ടായിരുന്നു. അയാളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, -1 എന്ന് മാറ്റി എഴുതുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? XY - x - y ഇസ് ഈക്വൽ ടു 740. ഇതിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, പക്ഷേ അയാളെ ഞാൻ എന്ത് ചെയ്തു മക്കളെ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. എടാ, അവിടെ ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ, എടാ നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം തന്നെയാണ്, പക്ഷെ അവിടെ ഒരു മാറ്റമാണ്. നേരത്തെ കുറച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെടാ, കൂട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം? ഇഫ് സൈഡ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ് ആയിരുന്നു നേരത്തെ, അപ്പോൾ ഇൻക്രീസ്ഡ് ആണ് കേട്ടോ. ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ. നീളവും വീതിയും ഓരോ മീറ്റർ വീതം കൂട്ടിയാൽ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചാൽ എടാ സൈഡ്സിൽ നല്ല മാറ്റം ഉണ്ടാവും അല്ലേ. ഇയാൾ x+1 ആയിട്ട് മാറും, ഇയാൾ x+1 ആയി. അതുപോലെ തന്നെ ഈ കാണുന്ന ആൾ y+1 ആവുന്നു, ഈ കാണുന്ന ആളും y+1 ആവുന്നു. ഇവിടുത്തെ ഏരിയ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ, എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 861 ആണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. എങ്ങനെയായിരിക്കും ഉണ്ടാവുക? x+1 ഇൻറ്റു y+1 ഇസ് ഈക്വൽ ടു 861 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, റെഡി, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറ്റാൻ വരിക? എക്സ് ഇൻറ്റു വൈ, ഞാൻ XY എന്ന് എഴുതി മക്കളെ. എക്സ് ഇൻറ്റു 1, എടാ നേരത്തെ എഴുതിയ പോലെ 1x എന്ന് എഴുതുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എക്സ് എന്ന് എഴുതാം കേട്ടോ. കാരണം നേരത്തെ മക്കൾക്ക് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്, ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് കൂടുതൽ ഇനി അതിന് പോകുന്നില്ല. നോക്കിയടാ, 1 ഇൻറ്റു വൈ, അയാളെ ഞാൻ 1y മീൻസ് y എന്ന് എഴുതുന്നു. അതേപോലെ 1 ഇൻറ്റു 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 861. ഓക്കെ, നേരത്തെ എഴുതിയതുപോലെ ഒരു മാറ്റം മാത്രമാണ് വരുത്തുന്നത്. നോക്കിയടാ, ഞാൻ XYനെ അതുപോലെ താഴത്തേക്ക് എഴുതി, എക്സിന് അതുപോലെ താഴത്തേക്ക് എഴുതി, വൈന് അതുപോലെ താഴത്തേക്ക് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 861 - 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ XY + x + y ഇസ് ഈക്വൽ ടു 860 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ അവിടെ റെഡിയായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷനുകളുണ്ട്. ഓക്കെ, ഈ 2 ഇക്വേഷനുകൾ ഞാനൊന്ന് ഒരുമിച്ച് മാറ്റുന്നുണ്ട്. ഓക്കെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. എടാ, എനിക്കിവിടെ ആരെയാ ആവശ്യം? എനിക്ക് XYനെയാണ് ഇവിടെ ആവശ്യം. ഓക്കെ, XY അതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയാം മക്കളെ, ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചേ, XY ഇവിടെയുണ്ട്, ഇവിടെ XY ഉണ്ട്. XYയും XYയും കൂടി കൂട്ടിയാൽ എത്ര XYകളാണ് ഉണ്ടാവുക? ഒരു XY രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മക്കളെ 2 XYകളായിരിക്കും ഉണ്ടാവുക. റെഡി, കഴിഞ്ഞിട്ടില്ല. -x, ഇവിടെ ശ്രദ്ധിക്കണേ, -x + x, അയാൾ എന്തായി പോകൂടാ, ക്യാൻസലായി പോവും. വീണ്ടും അടുത്ത ആൾ നോക്കിയാൽ മക്കൾ, -y + y, അയാളും എന്തായി പോകൂടാ, ക്യാൻസലായി പോവും. ഇനി പിന്നെ അവിടെ ആരാ ബാക്കി ഉണ്ടാവുക? ഈക്വൽ ടു 740 + 860 ചെയ്യാനുണ്ടാവും. 740 + 860 രണ്ടും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1600 എന്നാണ്. നമുക്കതിൽ നിന്ന് വേണ്ടത് XY ആണ്. XY = 1600 / 2. അപ്പോൾ XY എന്ന് പറയുന്നത് 800 മീറ്റർ സ്ക്വയർ ആണ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ യഥാർത്ഥ ചതുരത്തിൻ്റെ പരപ്പളവ് 800 ചതുരശ്ര മീറ്റർ ആണ്. ഏരിയ ഓഫ് ഒറിജിനൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഇനീഷ്യൽ റെക്റ്റാങ്കിൾ, ഒറിജിനൽ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 80 മീറ്റർ സ്ക്വയർ, 80 മീറ്റർ സ്ക്വയർ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു മക്കളെ, കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ചുറ്റളവ് എത്രയാണ്? എടാ, ചുറ്റളവ് അഥവാ പെരിമീറ്റർ പറയണമെങ്കിൽ നമുക്ക് സൈഡ്സ് കൂടിയേ തീരുള്ളൂ. സൈഡ്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആളുകളാവട്ടെ എക്സും വൈയും ആണ് നമ്മൾ എടുത്തിട്ട്. അപ്പോൾ ഇവരുണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇതിൽ
നമുക്ക് കണ്ടിട്ട് സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടാമത്തെ ഇക്വേഷനാണ്. കാരണം ഇതേപോലെ തന്നെ നെഗറ്റീവ് സൈനുകളൊന്നുമില്ല. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള എക്സ് വൈ എന്ന് പറയുന്ന ആളുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന റിസൾട്ട് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയായിരിക്കുന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ മക്കൾ, പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് വൈ ഇൻ ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് എക്സ് വൈയുടെ വാല്യൂ ഒന്ന് എഴുതാം. എന്താ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 860 അല്ലേ? അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 860. ഈ കാണുന്നതിൽ എക്സ് വൈക്ക് പകരം എക്സ് വൈക്ക് നമുക്ക് ലഭിച്ച 800 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും? 800 പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 860 എന്നായിരിക്കും മാറുന്നുണ്ടാവുക. ആ 800 നമുക്കൊന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം മക്കളെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെ ഒരു എക്സ് ഉണ്ടാവും, ഇവിടെ ഒരു വൈ ഉണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു 860 അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ 800 വരിക എന്ന് പറയുമ്പോൾ -800 ആയിട്ട് മാറും. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ആൻസർ 60 എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 60 എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 60. ഓക്കെ, ശരി. ഇനി നമുക്ക് പെരിമീറ്റർ വേണം, ചുറ്റളവ് വേണം അല്ലേ? അപ്പോൾ അതിനൊരു ഇക്വേഷൻ എഴുതണം. നോക്കിയേ, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ചുറ്റളവ് സമം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 × L + B. 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. ചുറ്റളവ് സമം 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. അപ്പോൾ മക്കൾ നോക്കിയിടാ, 2 × ഈ നീളം പ്ലസ് വീതി. ഇവിടെ നീളവും വീതിയും ആരാണെന്ന് മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കിയിടാ. ഇവിടെ നീളവും വീതിയും ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവും, എക്സും വൈയുമാണ്. അപ്പോൾ എല്ലിനും ബിക്കും പകരം ഞാൻ അവിടെ എന്ത് ചേർത്ത് കൊടുക്കാടാ? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുകയാണ്. ഈ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 2 × ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു 60 കിട്ടുക. അപ്പോൾ ഈ കാണുന്ന ആൾക്ക് പകരം ഞാൻ 60 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ ആൻസർ ഉണ്ടാവുക 120 മീറ്റർ എന്നുള്ളതായിരിക്കും ഉത്തരമായിട്ട് വരിക. 120 മീറ്റർ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂന്നാം സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ്? നീളവും വീതിയും, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, നമ്മുടെ കയ്യിൽ ആകെയുള്ള ഡാറ്റ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആളെ സോൾവ് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവിടെ ഒരു എക്സ് മൈനസ് വൈ വേണം. ചോദ്യത്തിൽ എവിടെയും എക്സ് മൈനസ് വൈയെ കുറിച്ച് പറയുന്നില്ല. അപ്പം നമ്മൾ പുതിയൊരു ഐഡൻറ്റിറ്റി ഇവിടെ പഠിക്കണം. ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ പഠിച്ചതാണ്. ഈ ആളെ വെച്ച് മാത്രമേ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ്, 4xy is equal to x plus y whole square minus x minus y whole square. ഈ ഐഡൻറ്റിറ്റി ഇല്ലാതെ നമുക്ക് ഈ ചോദ്യം ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഐഡൻറ്റിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. നോക്കടാ, 4xy മീൻസ് 4 × xy. 4xy എന്ന് പറഞ്ഞാൽ ആരാടാ? 4 × xy എന്ന് പറയുന്ന ആൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ ചോദ്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ച് റിസൾട്ട് കണ്ടുവച്ചിട്ടുള്ള ആളാണ്. 800 ആണെന്ന് അറിയാം. അപ്പോൾ 4 × 800 എന്ന് കൊടുക്കുന്നുണ്ട് അവിടെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് അടുത്ത ആൾ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എക്സ് പ്ലസ് വൈ 60 ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് മക്കൾ നോക്കിയാൽ 60യുടെ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കേടാ, അപ്പോൾ ഈ കാണുന്ന ആളെ ഒന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്, ഈ 4 × 800 എത്രയാണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 4 × 800നെ അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഈ കാണുന്ന രണ്ടാൾക്കാർ ഇവിടെ വർക്ക് ചെയ്തിട്ട് 3200 എന്ന് എഴുതുന്നുണ്ട് മക്കളെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ 60യുടെ സ്ക്വയർ ആയിട്ടുള്ള 3600 എഴുതുന്നുണ്ട്, മൈനസ് ദ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഈ റീഅറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ ഏറ്റവും ആദ്യം ഈ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അയാൾ ആരായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. നോക്കിയടാ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഓൾറെഡി ഈക്വൽ ടുൻ്റെ അവിടെ ഒരു 3600 ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഈ 3200 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും മാറുന്നുണ്ടാവുക നോക്കി, മൈനസ് 3200. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നോക്കിയടാ, ഈ 3600 നിന്നും 3200 മൈനസ് ചെയ്താൽ അവിടെ ബാക്കി വരേണ്ട ആൾ എന്ന് പറയുന്നത് 400 ആണ്. ശ്രദ്ധിക്കണേ, എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ ആണ് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? നമുക്കാണെങ്കിൽ ഈ സ്ക്വയർ വേണ്ട, എക്സ് മൈനസ് വൈ മതി. അപ്പോൾ നമുക്കതിന് പകരം ഒന്ന് സ്ക്വയർ റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വർഗ്ഗമൂലം നൽകാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് 400. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 400ൻ്റെ റൂട്ട് നമുക്കറിയാം
20 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് പ്ലസ് വൈ ആയി, അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ആയി. രണ്ടും ഒന്ന് ഒരുമിച്ച് എഴുതാം നമുക്ക്. എടാ നമ്മൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 60 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20 എന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ആണല്ലോ. ഞാൻ ഈ കാണുന്ന രണ്ടാളുകളെയും തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം മക്കളെ. നോക്കിയേ, എക്സും എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x ആയിരിക്കും ഉണ്ടാവുക. പ്ലസ് വൈ മൈനസ് വൈ അയാൾ ക്യാൻസൽ ആയി പോവും. 16 20യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 ആണ് കിട്ടുക. എക്സ് ഇസ് ഇക്വൾ ടു 80 ഡിവൈഡഡ് ബൈ 2. എക്സ് എന്ന് പറയുന്ന ആൾ 40 ആണ് എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് അടുത്ത എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കിയടാ. ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. പുട്ടിങ് വാല്യൂ ഓഫ് എക്സ്, പുട്ടിങ് വാല്യൂ ഓഫ് എക്സ്, വാല്യൂ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ പുട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വില നൽകുകയാണെങ്കിൽ മക്കളെ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൾ ടു 60 എന്നല്ലേ പഠിച്ചത്. എക്സിന് പകരം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 40 കൊടുക്കുകയാണെങ്കിൽ പ്ലസ് വൈ സമം 60 എന്നായിരിക്കുമല്ലോ ഉണ്ടാവുക. നമുക്കവിടെ വേണ്ടത് വൈ ആണ്. 60 ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആ 40നെ മൈനസ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ വൈയുടെ ഉത്തരം എത്രയാണെന്ന് കിട്ടൂടാ, 20 ആണ് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മക്കൾക്ക് എഴുതി വെക്കാം. സൈഡ്സ്, ലെങ്ത് ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു, ലെങ്ത് ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു വശങ്ങളുടെ നീളം സമം ആരൊക്കെയാടാ 40,20 എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ ഈച്ച് ഓഫ് ടു നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 1, the product becomes 1271, and when each is decreased by 1, the product becomes 1131. രണ്ട് സംഖ്യ ഓരോന്നിനോടും ഒന്ന് കൂട്ടി ഗുണിച്ചപ്പോൾ 1271, ഒന്ന് കുറച്ച് ഗുണിച്ചപ്പോൾ 1131 കിട്ടി. ഇനി അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ, സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്. അപ്പോൾ ആ രണ്ട് സംഖ്യകളും എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ലെറ്റ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു, ലെറ്റ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. സംഖ്യാസമം എക്സ് കോമ വൈ ആണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ആണ്. ഇതിലിപ്പോൾ പറയുന്നത് വെൻ ഈച്ച് ഓഫ് ടു നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 1, രണ്ട് സംഖ്യകളും ഓരോന്ന് വീതം ഗുണിച്ചപ്പോൾ, ഓരോന്ന് വീതം കൂട്ടിയിട്ട് ഗുണിച്ചപ്പോൾ, അപ്പോൾ നോക്കടാ, നമ്മളെ എക്സ് എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, ഒന്ന് കൂടുതലാണ് അല്ലെങ്കിൽ ഒന്ന് കൂട്ടി എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ മാറൂടാ, എക്സ് പ്ലസ് 1 എന്ന് മാറും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വൈ എന്ന് പറഞ്ഞ നമ്പറില്ലേ മക്കളെ, അയാൾ ഒന്ന് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പ്ലസ് 1 ആവും. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്താൽ എന്താണ് കിട്ടുക എന്ന് അവർ നമ്മളോട് ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1271 ആണ്, 1271 ആണ് കിട്ടുക എന്ന് വരാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. നോക്കിയടാ, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ആണ്, എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് എക്സ് ആണ്, 1 ഇൻറ്റു വൈ എന്ന് പറയുന്നത് വൈ ആണ്, ആൻഡ് 1 ഇൻറ്റു 1 തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1271. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ ഈ പാറ്റേണിൽ ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത്ര സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. നോക്കടാ, എക്സ് വൈ അവിടെ തന്നെ ഇരിക്കട്ടെ, എക്സ് അവിടെ ഇരിക്കട്ടെ, വൈ അവിടെ ഇരിക്കട്ടെ. ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. 1271 അടുത്തേക്ക് ഞാൻ നമ്മുടെ 1നെ കൊണ്ടുപോകുന്നുണ്ട്, വിച്ച് മീൻസ് അടുത്ത സ്റ്റെപ്പിൽ അയാൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1270 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനായിട്ട് അയാൾ മാറുന്നുണ്ട്. ഓക്കെ, അതുവരെ കറക്റ്റ് ആണല്ലോ. ബാക്കി നോക്കിയ മക്കളെ, വെൻ ഇറ്റ് ഇസ് ഡിക്രീസ്ഡ് ബൈ 1, ഒന്ന് കുറച്ചതിന് ശേഷമുള്ള കാര്യം. അപ്പോൾ ഒന്ന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മളെ ശരിക്കുള്ള നമ്പർ എക്സും വൈയും ആയിരുന്നു, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇയാൾ എക്സ് മൈനസ് 1 ആവുന്നു, ഇയാൾ വൈ മൈനസ് 1 ആവുന്നു. അത് ചെയ്തിട്ട് ഗുണിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആൻസർ 1131 ആണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോക്കിയടാ, എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ആൾ എക്സ് വൈ ആണ്, എക്സ് ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1x ഞാൻ എഴുതുന്നില്ല മക്കളെ, -x എന്ന് എഴുതുകയാണ്. -1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -y ആണ്, -1y എന്ന് എഴുതണം. ഞാൻ വീണ്ടും റീസൺ പറയുന്നില്ല കേട്ടോ. -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1131. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1131. മക്കളെ ആ 1നെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, -1 എന്ന് പറയുന്ന ആളെ ആക്കി അയാളെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ടിലേക്ക്, ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ നമുക്കതിൻ്റെ നോക്കിയടാ എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക നോക്കി. എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1130 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഓക്കെ, നമുക്ക് കിട്ടേണ്ട രണ്ടാളുകളായി. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനുകൾ ഒന്ന് ഒരുമിച്ച് എഴുതുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ, എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ
ഇസ് ഈക്വൽ ടു 1270 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനും അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് വൈ മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1130 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മക്കളെ എക്സ് വൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എക്സ് വൈ ആണ് ഉണ്ടാവുക നമുക്കറിയാം. അതേപോലെ പ്ലസ് എക്സ് മൈനസ് എക്സ് അവർ ക്യാൻസലായി, പ്ലസ് വൈ മൈനസ് വൈ അവർ ക്യാൻസലായി. ഇനി അവിടെ ചെയ്യാനുള്ളത് 1270 പ്ലസ് 1130 1270 പ്ലസ് 1130 ചെയ്തു വെക്കണം. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2400 ആയിരിക്കും. ഇവിടെ നിന്ന് സോറിയടാ 2x അല്ല 2xy കേട്ടോ മക്കളെ, ഞാൻ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2xy നോക്കടാ, ഇതിൽ എക്സ് വൈ എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 2400 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ആളുടെ റിസൾട്ട് അങ്ങനെ നമുക്ക് 1200 എന്ന് കിട്ടുകയാണ് മക്കളെ. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 1200 സംഖ്യകളുടെ ഗുണനഫലം സമം 1200 എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകും. വാട്ട് ഈസ് ദെയർ സം? സംഖ്യകളുടെ തുക. എടാ, ഒരു നമ്പർ എക്സ് ആണെന്നും മറ്റേ നമ്പർ വൈ ആണെന്നും നമ്മൾ അപ്പോൾ എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എക്സ് വൈ എന്ന് പറയുന്ന ആൾ നമ്മുടെ കയ്യിലുണ്ട്, 2 ഇക്വേഷനുകളുണ്ട്. ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് തമ്മിൽ ഭേദം. നമുക്ക് അതിലെന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പുട്ടിംഗ് വാല്യൂ ഓഫ് എങ്ങനെ എഴുതുക നമ്മളെന്നുള്ളത് നോക്കിയോട്ടോ. പുട്ടിംഗ് വാല്യൂ ഓഫ് എക്സ് വൈ ഇൻ ഇക്വേഷൻ 1. എടാ, ഈ ശൈലിയിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. സെയിം മെത്തേഡ് ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യാന്നുള്ള. പുട്ടിംഗ് വാല്യൂ ഓഫ് എക്സ് വൈ ഇൻ 1. ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് വൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1270. എക്സ് വൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1270. ആ കാണുന്നതിൽ എക്സ് വൈനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് 1200 എന്ന് പറയുന്ന ആളെ കൊടുക്കാം. 1200 ബാക്കിയൊക്കെ സെയിം സാറാട്ടോടാ. പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1270. അടുത്തതിൽ ആ 1200 ഞാൻ അപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട് മക്കളെ. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇവിടെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1270 അവിടെ ഇരിക്കട്ടെ. ചേഞ്ച് എന്ന് പറയുന്നത് മൈനസ് 1200 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന ആളെയാണ്. വിച്ച് മീൻസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1270 നിന്നും 1200 കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവിടെ വരേണ്ട ആൾ എന്ന് പറയുന്നത് 70 എന്ന് പറയുന്നതാണ്. 70. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 70 വിച്ച് മീൻസ് സം ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു സംഖ്യകളുടെ തുക സം ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 70 എന്ന് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. എത്രയും നമുക്ക് അതിന് മുകളിൽ ചെയ്യാനുള്ളൂ. ആ ചോദ്യത്തിന്റെ അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെയാണ് മക്കളെ? അപ്പോൾ നമുക്ക് ആരൊക്കെ കണ്ടുപിടിക്കണം? എക്സ് ആരാണ്, വൈ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ എക്സ് വൈ എന്ന് പറയുന്ന ആളുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച എക്സ് പ്ലസ് വൈ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുതിയൊരു ഐഡന്റിറ്റി പഠിച്ചിരുന്നു. എങ്ങനെയായിരുന്നു ഐഡന്റിറ്റി ഉണ്ടായിരുന്നത്? 4xy ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു? എക്സ് മൈനസ് വൈ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. 4 ഇൻറ്റു ഈ എക്സ് വൈ എന്ന് പറയുന്ന ആളെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുവച്ചതാണ്. എക്സ് വൈ എന്ന് പറയുന്ന ആളിതാ 1200 ആണെന്ന് പറഞ്ഞിരുന്നു. ആ 1200 ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ടടാ, കൊടുക്കുന്നുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആൾ ഇതാ എക്സ് പ്ലസ് വൈ ആരാന്ന് നമുക്കറിയാം. നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ 70 ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കിയടാ, ഈ കാണുന്ന സ്ഥലത്ത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന് പകരം ഞാൻ 70യുടെ സ്ക്വയർ എന്നാണ് എഴുതുന്നത്. മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ നമുക്ക് അറിഞ്ഞൂടാ, വേണ്ട. നമുക്ക് എന്ത് ചെയ്യാടാ, ഈ കാണുന്ന 4 × 1200 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 4800 ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ ഒരു 70യുടെ സ്ക്വയർ വർക്ക് ചെയ്യാനുണ്ട്. വിച്ച് മീൻസ് 70 × 70 ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആവട്ടെ 4900 ആയിരിക്കും. പിന്നെ മാറ്റമൊന്നുമില്ലടാ. മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. 2 ചേഞ്ചസ് ഞാൻ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് മക്കളെ. അടുത്ത സ്റ്റെപ്പിൽ ഈ കാണുന്ന മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇങ്ങോട്ടും എടുക്കാം, ഈ 4800 ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് ഉണ്ടാവുക? മൈനസ് ആയിരുന്ന എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് അയാൾ എങ്ങനെ മാറുന്നുടാ? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആയിട്ട് മാറുന്നു. അവിടെ ഓൾറെഡി ഒരു 4900 ഉണ്ടായിരുന്നു, മൈനസ് 4800 വരുന്നു. അപ്പോൾ വീണ്ടും എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4900 നിന്ന് 4800 കുറച്ചാൽ ബാക്കി ഉണ്ടാവേണ്ട ആൾ 100 ആണ്. നമുക്ക് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ വേണ്ട, നമുക്ക് എക്സ് മൈനസ് വൈ മതി. വിച്ച് മീൻസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു √100. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു
10 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടുന്ന് കിട്ടും. എടാ ഈ കാണുന്ന സ്റ്റെപ്പിന് മക്കളിപ്പോൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇതിലും ഫർദർ ആയിട്ട് പഠിക്കും കേട്ടോ. ഈ റൂട്ട് 100ന് ഡയറക്റ്റ് ആയിട്ട് 10 എന്ന് എഴുതുകയല്ലാണ്ട് അവിടെ പ്ലസ് ഓർ മൈനസ് 10 എന്ന് പറയുന്ന അപ്ലിക്കേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട്. തൽക്കാലം അതൊന്നും കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തോ. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് റൂട്ട് 100 എന്ന് പറയുന്നത് ആര് മാത്രമാണെടാ, 10 മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പ്രോബ്ലം ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ x+y എന്ന് പറയുന്ന ആളെ ഇക്വേഷൻ നമ്പർ 3 എന്നും ഈ കാണുന്ന x-y ഇക്വേഷൻ നമ്പർ 4 എന്നും വിളിക്കുന്നുണ്ട്. ആ രണ്ട് ഇക്വേഷനുകളും ഒന്ന് ഒരുമിച്ച് എഴുതാം. x+y = 70, x+y = 70 എന്ന് പറയുന്ന മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ x-y = 10 എന്ന് പറയുന്ന നാലാമത്തെ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ രണ്ടാളെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇക്വേഷൻ നമ്പർ 3 + 4 ആണ് ചെയ്യുന്നത് മക്കളെ. എക്സും കൂടി ആഡ് ചെയ്തപ്പോൾ 2x കിട്ടി. പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ചെയ്യുന്നു. 70യും 10ഉം കൂട്ടി 80 എന്ന് എഴുതുന്നു. x = 80 ഡിവൈഡഡ് ബൈ 2, x = 40. റെഡിയാണല്ലോ. എക്സിൻ്റെ വാല്യൂ 40 ആണെന്ന് കിട്ടി. കഴിഞ്ഞിട്ടില്ല. പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഏത് ഇക്വേഷനിലാണ് മക്കളെ കൊടുക്കുക, ഏത് ഇക്വേഷനിൽ കൊടുത്താലും കണക്കാണ്. ഞാൻ മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മൂന്നാമത്തെ ഇക്വേഷൻ പറയുന്നു x+y = 70. ഈ എക്സ് എന്ന് പറയുന്ന ആൾ നമ്മളെ സംബന്ധിച്ച് 40 അല്ലേ, 40 + y = 70 എന്നല്ലേ വരേണ്ടത്, ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ y = 70 - 40 എന്നല്ലേ മക്കളെ ചേഞ്ച് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ y = 30 എന്നല്ലേ ആൻസർ കിട്ടേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നമ്പർ സംഖ്യകൾ സമം ആരൊക്കെയാ മക്കളെ, 40, 30 എന്ന് എഴുതി വെക്കാം. സംഖ്യകൾ 40ഉം 30ഉമാണ്. ഈ പേജിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് 2 odd numbers just after each of 2 odd numbers is 285 and the product of odd numbers just before each is 165. What are the numbers? രണ്ട് ഒറ്റ സംഖ്യകളിൽ ഓരോന്നിൻ്റെയും തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യകൾ ഗുണനഫലം 285ഉം തൊട്ട് പിറകിലുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 165ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ പറയുന്നത് ഓഡ് നമ്പറുകളെ കുറിച്ചാണ്, ഒറ്റ സംഖ്യകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ഓഡ് നമ്പേഴ്സ് = x and y. ഒറ്റ സംഖ്യകൾക്ക് സമം x, y ആണെങ്കിൽ നോക്കടാ, ദ പ്രോഡക്റ്റ് ഓഫ് 2 odd numbers ജസ്റ്റ് ആഫ്റ്റർ. അപ്പോൾ നമ്മളെടുത്ത ഓഡ് നമ്പർ കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ. അപ്പോൾ നമ്മളെടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് x ആണ്, വേറെ ഒന്ന് y ആണ്. എക്സ് കഴിഞ്ഞ അടുത്ത ഓഡ് നമ്പർ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, 3 എന്ന് പറഞ്ഞ ഓഡ് നമ്പർ കഴിഞ്ഞ് പിന്നെ ഒരു ഓഡ് നമ്പർ വരുന്നത് 5. 3നോട് 2 കൂട്ടിയിട്ട് 5 കിട്ടുക. വേറെ എവിടെയെങ്കിലും നോക്കി നോക്ക്. 7 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 9. 7നോട് 2 കൂട്ടിയിട്ടാണ്. അപ്പോൾ എക്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഡ് നമ്പർ എന്ന് പറയുന്നത് x+2 ആയിരിക്കും. അതേപോലെ y കഴിഞ്ഞ അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ y+2. ഇവർ തമ്മിൽ ഗുണിച്ചാൽ, ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നമുക്ക് ഇവരുടെ പ്രോഡക്റ്റ് നമുക്ക് എന്താ കിട്ടുക മക്കളെ, 285 കിട്ടുക എന്ന് കൃത്യമായിട്ട് പറയുന്നത്. 285 ആണ് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഹിൻഡ്. നോക്കിക്കോ, x × y എങ്ങനെ എഴുതാം, xy. x × 2 എങ്ങനെ എഴുതാം, 2x. 2 × y എങ്ങനെ എഴുതാം, 2y. 2 × 2 4 which is equal to 285. അടുത്തതിൽ ഞാൻ യൂഷ്വലി വരുത്തുന്ന ഒരു മാറ്റം വരുത്തുന്നുണ്ട് മക്കളെ. നോക്കിക്കേടാ, xy + 2x + 2y is equal to 285. ആ +4നെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ -4 ആക്കുന്നുണ്ട് അടുത്ത വരിയിൽ. അതുകൊണ്ട് xy + 2x + 2y is equal to 281 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ ഫോം ചെയ്തു. ഇതിപ്പോൾ മുന്നിലുള്ള ആളെയാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ക്ലൂ ഹിൻഡ് തരുന്ന ആരെയാണെന്ന് പറയുന്നത്, തൊട്ട് പിന്നിലുള്ള ആളെ കുറിച്ചാണ് ഹിൻഡ് തരുന്നത് അല്ലേ. പിന്നിലുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൾ 165 ആണ്. അപ്പോൾ നമ്മളെ നമ്പേഴ്സ് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എക്സും വൈയും നമ്മളെ നമ്പേഴ്സാണ്. ഇവരുടെ പിന്നിലുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-2 ആണ്. വൈയുടെ പിന്നിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നിലുള്ള ഓഡ് നമ്പർ ആയതുകൊണ്ട് കേട്ടോ, തൊട്ട് പിന്നിലുള്ള നമ്പറല്ലേ, പിന്നിലുള്ള ഓഡ് നമ്പർ, മുന്നേയുള്ള ഓഡ് നമ്പർ. ഇത് ചെയ്താൽ കിട്ടേണ്ട ആൻസർ 165 എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അവിടുന്ന് ഫോം ചെയ്തെടുക്കാം. എങ്ങനെയായിരിക്കും, x × y xy ആണ്. x × -2 ചെയ്താൽ -2x കിട്ടുക. -2 × y ചെയ്ത് കഴിഞ്ഞാൽ -2y ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുപോലെ -2 × -2 ചെയ്താൽ +4 ആയിരിക്കും ഉണ്ടാവുക, 165. ഓക്കെ, അടുത്തതിൽ യൂഷ്വലായിട്ട് ഞാൻ ചെയ്യുന്ന മാറ്റം ഞാൻ ഇവിടെയും വരുത്തുന്നു. xy അങ്ങനെ തന്നെ, -2x അങ്ങനെ തന്നെ, -2y അങ്ങനെ തന്നെ, which is equal to 165 -4 എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഇക്വേഷൻ xy -2x -2y is equal to 161 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ സോൾവ് ചെയ്യാം. ശരി, എടാ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ. എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 281 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്. എക്സ് വൈ മൈനസ് 2x മൈനസ് 2y ഇസ് ഈക്വൽ ടു 161 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ മക്കളെ. എക്സ് വൈയും ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നോക്കടാ, നമുക്കതിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക എക്സ് വൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2xy. നോക്കടാ, പ്ലസ് 2x മൈനസ് 2x ക്യാൻസലായി, 2y മൈനസ് 2y ക്യാൻസലായി. ഇനി അവിടെ ആരാ ചെയ്യാനുള്ളത്, ഒരു 281ഉം അതുപോലെ തന്നെ 161ഉം കൂടെ ആഡ് ചെയ്താൽ 442 എന്ന് പറയുന്ന ആൻസർ കിട്ടും. എക്സ് വൈ ഇസ് ഈക്വൽ ടു 442 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. അങ്ങനെ എക്സ് വൈ എന്ന് പറയുന്ന ആളുടെ റിസൾട്ട് നമുക്ക് 221 ആണ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിതാ അടുത്തതിൽ പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് വൈ. എടാ, നേരത്തെ സബ് ക്വസ്റ്റ്യനുകൾ വെച്ച് ചെയ്തു, ഇപ്പോൾ സബ് ക്വസ്റ്റ്യനിൽ എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുന്നു, അതാണ് വ്യത്യാസം. നോക്കാം, പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് വൈ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 281. എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 281. അതിൽ എക്സ് വൈ കാണുന്ന സ്ഥലത്ത് നമ്മൾ 221 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെയാടാ. 221 പ്ലസ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 281. മക്കളെ, ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്കിയടാ, ഞാൻ ഈ 2x അവിടെ ഇരിക്കട്ടെ, 2y അവിടെ ഇരിക്കട്ടെ, ഈക്വൽ ടു 281. ആ 221 അങ്ങോട്ടേക്ക് കൊണ്ടുപോയതുകൊണ്ട് അയാൾ മൈനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വരി എങ്ങനെയാണ് ഉണ്ടാവുക നോക്കിയേ, 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു, ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 60 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആരായിട്ട് കിട്ടുക, റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുകയുണ്ടാവുക. 60 എന്ന് പറയുന്നതാണ് നമുക്ക് ആരായിട്ട് കിട്ടുക, റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതിൽ പക്ഷേ ഇപ്പോൾ 2x പ്ലസ് 2y നമുക്ക് കിട്ടിയത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പാറ്റേണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, എടാ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ ഞാൻ കോമൺ 2 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവും മക്കളെ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 60. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 60 ഡിവൈഡഡ് ബൈ 2 എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 30. ഓക്കെ, ഇയാളാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, സെറ്റാണല്ലോ, ഇക്വേഷൻ നമ്പർ 3 ആയി. ഇനി എക്സ് പ്ലസ് വൈ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം, എക്സ് മൈനസ് വൈ വേണം. അതിന് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി നമുക്കറിയാം. എന്താ മക്കളെ പഠിച്ചത്, 4xy ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എടാ 4xy 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്ന ആൾ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരുന്നു. എക്സ് വൈ ആരായിരുന്നു, ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 221. യെസ്, അപ്പോൾ 4x ഇൻറ്റു 221 ഇസ് ഈക്വൽ ടു ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരെയും നമ്മൾ എഴുതുക, എക്സ് പ്ലസ് വൈ. ഇതാ നമുക്കിവിടെ 30ൻ്റെ സ്ക്വയറാണ്, കാരണം നമ്മൾ ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആൾ 30 ആണെന്ന് കണ്ടുപിടിച്ചാണ്. നോക്കിയേ, 30 സ്ക്വയർ മൈനസ് ആരെ തന്നെ എഴുതാടാ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ അവിടെ ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരാണ്, 4 ഇൻറ്റു 221 ചെയ്യണം നമ്മൾ ആദ്യം. ഇതാ ഈ കാണുന്ന ആളെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 884 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 30 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ആണെന്ന് നമുക്കറിയാം, മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. നോക്കിയടാ, ഈ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടേക്കും മാറ്റി എഴുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് മക്കളൊന്ന് നോക്കിക്കേ, ഞാൻ പറഞ്ഞുതരാം. ദാ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 900 മൈനസ് 884 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന ആളെ ഒന്ന് സോൾവ് ചെയ്ത് വെക്കാം. വിച്ച് മീൻസ് 900ൽ നിന്നും ഈ പറയുന്ന 884 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ആൾ 16 എന്നുള്ളതാണ്. നമുക്ക് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ വേണ്ടല്ലോ, എക്സ് മൈനസ് വൈ പോരെ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടെ എഴുതുന്നുണ്ടാവുക, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു √16. അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന നമ്മുടെ എത്രാമത്തെ ഇക്വേഷൻ കിട്ടുകയാണ്, 4ാമത്തെ ഇക്വേഷൻ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ 4ാമത്തെ ഇക്വേഷൻ ഒന്ന് ഒരുമിച്ച് എഴുതാം. ഓക്കെ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 30 എന്ന് പറയുന്ന 3ാമത്തെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന
നാലാമത്തെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷനും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മക്കളെ അത് 2x ആയിരിക്കും. പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായി. 30 + 4 ചെയ്ത് കഴിഞ്ഞാൽ 34 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 34 ഡിവൈഡഡ് ബൈ 2 ആണ്. എക്സ് എന്ന് പറയുന്ന ആൾ 17 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, കഴിഞ്ഞില്ല. നമുക്കിനി വൈ എന്ന് പറഞ്ഞ ആളെയും കൂടി കണ്ടുപിടിക്കാം. പുട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഏത് ഇക്വേഷനിലാടാ? ഞാൻ മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. ആ ഇക്വേഷൻ പറയുന്നു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 30. എക്സ് 17 ആണെന്ന് നമുക്കറിയാം. 17 + വൈ ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടണം. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-ൽ നിന്ന് 17 കുറച്ചതാണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്ന ആളാരാടാ? 13 എന്ന് പറയുന്നതാണ് അവിടെ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, വലിയ പാർട്ടാണ്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പാർട്ടാണ്. റിപ്പീറ്റ് ചെയ്ത് മക്കൾ കാണണം. ഓക്കെ, സെറ്റാവും. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഡൗട്ട്സ് ഉള്ള ഭാഗം പറഞ്ഞുതരും. ഓക്കെ മക്കളെ, ബൈ.